ഇന്ന് നല്ല വെളിച്ചമുണ്ട് കേട്ടോ. പക്ഷെ തണുത്തു, ഭയങ്കര തണുപ്പ്. സ്കൂൾ ബസ്സുകളൊക്കെ പോകുന്നുണ്ട്. നാളെ തൊട്ട് സ്കൂൾ അവധിയാണെന്ന് പറയുന്നത് കേട്ടോ. സ്കൂൾ അടയ്ക്കുമെന്ന് പറയുന്നത് നാളെ മുതൽ. സ്കൂൾ ബസ്സൊക്കെ വരുന്നുണ്ട് ഓടുന്നു. ഇന്ന് സൂര്യൻ ഉണ്ടെന്ന് തോന്നുന്നു, നല്ല വെട്ടം. ഇനി മുകളിലോട്ട് തന്നെ സൂര്യൻ ഉണ്ടെന്ന് അറിയാൻ പറ്റുള്ളൂ. സ്കൂൾ ബസ് പോകുന്നുണ്ട്. മുകളിൽ കയറി പോയിട്ട് ഗേറ്റ് തുറക്കാൻ വന്നതാണ്. രാവിലെ ശുഭദിനം ആശംസിക്കുന്നത്. ഗേറ്റ് തുറക്കാൻ വന്ന് വേസ്റ്റ് കൊണ്ടൊന്ന് വയ്ക്കാൻ വന്ന് ഇനി വിഷമൊക്കെ മാറി വീട്ടിലോട്ട് കയറണപ്പോഴെല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. ഓക്കെ, ബൈ ബൈ, സീ യു. രാവിലെ ഒരു അടുക്കളയിൽ ഒരു യുദ്ധം കഴിഞ്ഞ അടുക്കളയിൽ ഇന്ന് കുളിക്കണം, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. നല്ല വെയിൽ കേട്ടോ, നല്ല സൂപ്പർ വെയിൽ. രാവിലെ ഒരു തെറ്റം പ്രാവുകളും നമ്മുടെ ടെറസിൻ്റെ മുകളിൽ ഇരിക്കുക. എനിക്ക് തോന്നുന്നു അവരിപ്പം ആഹാരം അവിടെ ഇട്ടിട്ടുണ്ടായിരിക്കും കേട്ടോ. അതിൻ്റെ ഓണറേ അതായിരിക്കും ഇങ്ങനെ വന്നിരിക്കുന്നത്. ബൈ ബൈ, ഓക്കെ, സീ യു. ഹായ്. രാവിലെ എല്ലാം കാപ്പിയൊക്കെ കുടിച്ചില്ല. ഞാൻ കാപ്പി കുടിച്ചില്ല, രാവിലെ അങ്ങ് കുളിച്ച്. നല്ല വെയിൽ കേട്ടോ. എന്നിട്ട് കുറേ തുണി മെഷീനിലിട്ട് കഴുകി. ഇനി അത് ഈ സ്റ്റാൻഡിൽ കുറച്ച് ചെറുതൊക്കെ ഞാൻ ഈ സ്റ്റാൻഡിലോട്ട് ഇടും. എന്നിട്ടൊരു ഇവിടെ ഒരു കയറ് കെട്ടിയിട്ടുണ്ട് കേട്ടോ. അതായത് ഇതിലോട്ട് ഇത്തിരി കട്ടിയുള്ളതൊക്കെ ഇതിലോട്ട് അങ്ങ് ഇടും. അപ്പോൾ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. കാരണം ഏത് സമയത്താണ് വെയിൽ പോകുന്നത് അറിയാൻ പറ്റില്ല. മഴ പോലെയാണ് ഈ മഞ്ഞ സമയം കഴിഞ്ഞ് തുണി ഉണക്കിയെടുക്കാൻ വലിയ പാടാണ് കേട്ടോ. പിന്നെ വാഷിംഗ് മെഷീനിലായതുകൊണ്ട് പകുതി ഉണങ്ങി വരും. അപ്പോൾ അതുകൊണ്ട് ബാക്കി ഒക്കെ എടുത്ത് അതിനിപ്പോൾ ഈ തുണിയൊക്കെ കൊണ്ട് ഇട്ടിട്ട് വേണം കാപ്പി കുടിക്കേണ്ടത്. അപ്പോൾ ബൈ ബൈ, നമുക്ക് ഇനിയും കാണാം. ഇതേ തുണിയെല്ലാം വിരിച്ചിട്ട് ഇനിയിപ്പോൾ കാപ്പി കുടിക്കട്ടെ കേട്ടോ. ഇനി കാപ്പിയെ കുടിച്ചിട്ട് കാണാം. ഞാനിവിടെ പാവിയ മുളക് തൈയാണ് കേട്ടോ. നല്ല ഭംഗിയായിട്ട് പൊടിച്ച് നിൽക്കുന്നത്. കുരങ്ങ് വന്ന് പിടിച്ച് കളയുക. അതുകൊണ്ട് ഞാൻ കുറച്ച് കമ്പിയൊക്കെ ഇങ്ങനെ പുറത്തൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി ഏതവസ്ഥയാണെന്ന് അറിഞ്ഞുകൂടാ കേട്ടോ. നല്ല സൂപ്പർ, നല്ല കൊഴുത്ത് നിൽക്കുന്നുണ്ടോ. നല്ല തൈയായിട്ട് കണ്ടോ. ഇത് കറ്റവാഴപ്പോള, അതെനിക്കൊരു വഴിയിൽ നിന്ന് കിട്ടിയതാണ്. അതാ തുളസി, ഞാൻ ചെടികളൊക്കെ നിങ്ങളൊക്കെ ഉണ്ട് ഇവിടെ കേട്ടോ. പോയി കാപ്പിയെ കുടിച്ചിട്ട് ഇനി ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കാണാം. ഇഡലി, അവിയൽ, മുട്ട, ഗ്രീൻ പീസ് കറി, നല്ല ചൂട് ചായ, പിന്നെ ഇത് ഇത്തിരി ഫ്രഷ് ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്, ഡ്രൈ ഫ്രൂട്ട്സും ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ രാവിലെയുള്ള വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ നമുക്കിന്ന് ഓരോ വിശേഷങ്ങൾ ഇങ്ങനെ കാണാം. ഇപ്പോഴെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചല്ലോ. അപ്പോൾ ഞാൻ കഴിക്കട്ടെ. കുളിച്ച് കഴിഞ്ഞ് നല്ല തണുപ്പ്, ഇങ്ങനെ മൂടി ഇരിക്കണി കഴിക്കട്ടെ. ബൈ ബൈ, ഓക്കെ. ഹായ് എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ. ഇസ്കോണിലോട്ട് പോവേണേ. ഇന്ന് പിന്നെ ക്രിസ്മസിൻ്റെ ട്രീ ഒക്കെ കിട്ടുമോ നോക്കണം. അപ്പോൾ അങ്ങോട്ട് ഇന്ന് മെയിൻ ഷോപ്പിലോട്ടൊന്ന് പോകണം. അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് ഇസ്കോണിൽ പോയിട്ട് ഊഞ്ഞാലിരുന്ന് പറയാം കേട്ടോ. ഇപ്പോൾ വലിയ തിരക്കൊന്നുമില്ല ഇന്നിപ്പോൾ ഇവിടെ. ബൈ ബൈ, ഓക്കെ, സീ യു. നല്ല വെയിലുണ്ട് കേട്ടോ. എൻ്റെ തഴലയാണെന്ന് വേണ്ട. നല്ല വെയിൽ, നല്ല സൂപ്പർ വെയിൽ. ഇസ്കോണിൽ എത്താറായി കേട്ടോ. മാസ്കൊക്കെ എടുത്ത് വെച്ച് ഞാൻ എവിടെ എന്തോ വിശേഷമൊക്കെ ഉണ്ട്. ഇവിടെ ഉണ്ട് ടെറസിൻ്റെ മുകളിലൊക്കെ പന്തൽ, താഴെ പന്തൽ. കല്യാണം എന്തെങ്കിലും ആയിരിക്കും ഇവിടെ. ഇപ്പോൾ കല്യാണ സീസണാണ് കേട്ടോ. ഈ ഇസ്കോണിലൊക്കെ വന്നിട്ട് പോകുമ്പോഴേ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. കുറേ സമയം മറ്റൊരു ചിന്തയും ഇല്ലാതെ ഒരു അരമണിക്കൂറോളം
കൃഷ്ണ കൃഷ്ണ എന്ന് പറഞ്ഞിരിക്കും. എന്നാലും ഞാനിടയ്ക്ക് മൊബൈൽ ഓൺ ചെയ്ത് വീഡിയോ പിടിക്കും. അപ്പം അങ്ങനെ ഒരു വലിയ എതിർപ്പൊന്നും പറയാറില്ല. അപ്പം അതുകൊണ്ട് ഞാനിപ്പം മിക്കവാറും കുറേശ്ശെയൊക്കെ വീഡിയോ പിടിക്കുന്നുണ്ട്. ചില ദിവസങ്ങളിൽ എൻ്റെ ഫോണങ്ങ് സ്റ്റക്കാവും കേട്ടോ. ഇന്നലെ ഫോൺ സ്റ്റക്കായി, ഡിലേറ്റ് ചെയ്യാൻ ഒത്തിരി കിടന്ന്. പിന്നെ ഇന്നിപ്പോൾ രാവിലെ എണീച്ച് കുറേ ഡിലേറ്റ് ചെയ്ത്. ഇസ്കോണിലെത്തിയിട്ടുണ്ട് കേട്ടോ. അതോ ഇസ്കോൺ, വെൽക്കം ടു ഇസ്കോൺ ഫരീദാബാദ്. ഹരേ കൃഷ്ണ. ഹായ്. ആൾക്കാർ കുറവാണ് കേട്ടോ. ചെരുപ്പ് കാണുമ്പോൾ അറിയാം ആൾക്കാർ കുറവാണെന്ന്. ദേ ഇസ്കോണിലെത്തിയിട്ടുണ്ട്. ഇത് നമ്മളെ ഷോപ്പാണ് കേട്ടോ, മേച്ചേഴ്സ് ഗിഫ്റ്റ് ഷോപ്പ്. പൂജയ്ക്ക് വേണ്ടി തുറന്നില്ല, പ്രാർത്ഥനകളൊക്കെ നടക്കുന്നുണ്ട്. ഇത് ശിവ ടെമ്പിൾ. ഡൊണേഷൻ നോക്കട്ടെ എത്ര മിനിറ്റ് ഉണ്ടെന്ന് നോക്കട്ടെ. തുറക്കാറായില്ലെങ്കിൽ എന്ന് ശിവക്ഷേത്രത്തിൽ പോയിട്ട് വരാം. ഇനി 10 മിനിറ്റ് ഉണ്ട്. തുറക്കാൻ ഇനി 10 മിനിറ്റ് ഉണ്ട് കേട്ടോ. അപ്പം നമുക്കിവിടെ ശിവ ടെമ്പിളിലൊന്ന് കയറാം. ഇതാണ് ശിവ ടെമ്പിൾ. ഇവിടെയൊക്കെ വീഡിയോ അല്ല, ഇവിടെ കുഴപ്പമൊന്നുമില്ല. അതുപോലെ നമുക്ക് ഈ ശിവക്ഷേത്രത്തിനകത്ത് കയറി നമുക്ക് തൊഴുവാം കേട്ടോ. പൂജാതി കർമ്മങ്ങളൊക്കെ ചെയ്യാം. ശിവ ടെമ്പിൾ, ശിവനും പാർവതിയും. ശിവനും ഹേ കൃഷ്ണ. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ശിവനേ, ശിവനേ, മഹാശിവനേ. ഇത് ബാക്കിൽ ഏതോ പാർക്കുണ്ട് കേട്ടോ. കൊച്ചുങ്ങൾ ബഹളം കേൾക്കുന്നു. സ്കൂൾ അടച്ചെന്ന് തോന്നുന്നു. ആ ശരിയാണല്ലോ, ഇന്ന് അടയ്ക്കുമെന്ന് പറഞ്ഞായിരുന്നല്ലോ സ്കൂൾ. സ്കൂൾ അടച്ചിട്ടുണ്ട് കേട്ടോ. ഹനുമാസ്വാമി. ഭഗവതി തുടങ്ങത്തില്ല കേട്ടോ. ആക്കാൻ പോകുന്നതേ ഉള്ളൂ.
ഇനിയുണ്ട് സമയം, ഒരുപാട് സമയമുണ്ട് നോക്കാൻ. ഞങ്ങളെ സെക്യൂരിറ്റിയെ കുറിച്ചാണ് എൻ്റെ വരുന്നത്. ഞാൻ വന്നതിന് ശേഷം മൂന്നാമത്തെ സെക്യൂരിറ്റിയാണ് ഉണ്ടായത്.
Hare
ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. ഒരു പഴം കിട്ടി. വേണ്ട, ഇതൊരു പഴം കിട്ടി. ഇനിയിപ്പോൾ ക്രിസ്മസ് ട്രീയൊക്കെ വാങ്ങിക്കാൻ പോകണം. നോക്കട്ടെ അത് എവിടെയൊക്കെ കിട്ടുമെന്ന്. അങ്ങനെ പാർക്കിൽ വന്നിട്ടുണ്ട്. മാസ്കൊക്കെ മാറ്റിയിട്ട് വേണം ഊഞ്ഞാലിൽ ആടാൻ. എങ്കിലും ഒരു ഭംഗിയുള്ളൂ. ഈ മാസ്കൊക്കെ മുഖത്ത് വെച്ചുകൊണ്ടിരുന്ന് പാടി എന്തോന്ന് ഭംഗി, ഒരു ഭംഗിയില്ല. അപ്പം അതുകൊണ്ട് മാസ്കൊക്കെ മാറ്റിയിട്ട് ഇരുന്ന് ഊഞ്ഞാലിരുന്ന് ആടാം. ഊഞ്ഞാലിരുന്നൊരു കഥ പറഞ്ഞുതരാം ഞാൻ, കേട്ടാ. എല്ലാവരും കേൾക്കുകയായിരിക്കും കഥ. ഈശ്വരൻ തന്ന എല്ലാ സൗഭാഗ്യങ്ങൾക്കും ഓരോ ദിവസവും നന്ദി പറയുക. നമുക്ക് മുകളിൽ ജീവിക്കുന്നവരെ നോക്കാതെ നമ്മേക്കാളും താഴെ ജീവിക്കുന്നവരുടെ ചുറ്റുപാടും ഒക്കെ നോക്കി ജീവിക്കുക. മണിമാളികയിൽ താമസിക്കുന്നതിനേക്കാൾ സന്തോഷം ചിലപ്പോൾ കുടിലുകളിലുള്ളവർക്കുണ്ടായിരിക്കുക. സന്തോഷം ഇപ്പോൾ നമ്മൾ വിചാരിച്ചാൽ ഉണ്ടാക്കാൻ പറ്റും. മറ്റുള്ളവരാരും നമുക്ക് സന്തോഷം ഉണ്ടാക്കി തരില്ല. നമ്മുടെ സന്തോഷം നമ്മൾ കണ്ടെത്തണം. പക്ഷേ എന്താ പറയുന്നത്, നമ്മുടെ സന്തോഷം നമ്മൾ കണ്ടെത്തണം. പക്ഷേ നമുക്ക് ദോഷം വരുന്നതൊന്നും നമ്മൾ കണ്ടെത്തണ്ട. അത് നമുക്ക് നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും കൂടെ തരും. വീട്ടുകാരെന്ന് പറയുമ്പോൾ ആരും ആവാം. മക്കളാവാം, ഭർത്താവാം, ഭാര്യയാവാം, അല്ലേ, മരുമോനാവാം, മരുമകളാകാം, ചെറുമക്കളാകാം. ഇവരൊക്കെ നമുക്ക് സന്തോഷം പക്ഷേ നമ്മൾ കണ്ടെത്തിയേ പറ്റും, കേട്ടോ. നമ്മുടെ സന്തോഷം നമ്മൾ കണ്ടെത്തുക. കൊച്ചു കൊച്ചു സന്തോഷം കേട്ടാ. ഞാൻ ഈ ഒരു ഊഞ്ഞാലിലാണ് എൻ്റെ സന്തോഷമാണത്. ഇത് മറ്റാരും വിചാരിച്ചാൽ എനിക്ക് കിട്ടുന്നതല്ല ഈ സന്തോഷം. ഈ സന്തോഷം ഞാൻ കണ്ടെത്തിയ സന്തോഷമാണ്. അപ്പോൾ ഈ സന്തോഷമാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. ഇപ്പോൾ ഞാൻ ജീവിച്ചിരിക്കുന്ന ഈ നിമിഷം ഇതേ എൻ്റെ മുന്നിലുണ്ട്. ഈ ഊഞ്ഞാലിൽ നിന്ന് ആടുമ്പോൾ ഈ ഊഞ്ഞാലിൽ നിന്ന് ഞാൻ വീണ് മരിച്ചു പോവാം. സന്തോഷം അതോടെ അവസാനിച്ച്. അപ്പോൾ അതുകൊണ്ട് ഈ ജീവിച്ചിരിക്കുന്ന ഈ നിമിഷമാണ് ഏറ്റവും വലിയ സന്തോഷം. ഞാൻ ഈ ഊഞ്ഞാലിരുന്ന് ആടുന്നത് ഈ നിമിഷമാണ് എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഈ നിമിഷം. നാളെ ഈ ഒരു നിമിഷം കഴിഞ്ഞാൽ ഞാൻ ഈ ഭൂമിയിലുണ്ടോ, ജീവനോടുണ്ടോ എന്നറിയില്ല. അപ്പോൾ ഇതാണ് എൻ്റെ സന്തോഷം. അപ്പോൾ ഈ സന്തോഷങ്ങൾ ഈ സന്തോഷം ഇങ്ങനെ കാണുക, ജീവിച്ചിരിക്കുന്ന സമയത്തുള്ള സന്തോഷം. ഈ സന്തോഷം ഇപ്പം ഞാനിത് ഊഞ്ഞാലിലാടുമ്പോൾ എനിക്ക് കിട്ടുന്ന സന്തോഷം നിങ്ങൾക്ക് ആർക്കെങ്കിലും കിട്ടുമോ? ഇല്ല. ഈ സന്തോഷം ഞാൻ കണ്ടെത്തിയ സന്തോഷമാണിത്. ഇത് എൻ്റെ സന്തോഷമാണ്. ഇത് മറ്റൊരാൾ ഊഞ്ഞാലിൽ പോയിരുന്ന് ആടുന്നു എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല. ഇത് എൻ്റെ സന്തോഷം, അത് ഞാൻ കണ്ടെത്തിയ സന്തോഷം. നിങ്ങൾക്കും ഇതുപോലെ അവസരങ്ങൾ കിട്ടുമെന്ന് നിങ്ങൾ സന്തോഷിക്കുക. ഒരു കൊച്ചുകുട്ടി ഒരു കൊച്ചു കുട്ടിയുണ്ട്, അമ്മയുണ്ട്. ഇങ്ങനെ വരുന്നു, കുട്ടി വരുന്നു. കൃഷ്ണ, ഞാൻ പാടണ്ടാകത്തോടാണോ നിനക്കേതേഷ്ടം, പക്ഷെ പതിപോലെ ഉത്തരം വ്യക്തം.
പോയിഞ്ചിരമരുന്നു സുന്ദരമേഘച്ചാർത്തെല്ലാം അഴിച്ചു നീ നിന്തിരുമീ ചേർത്ത് പോയി നിന്റെ മന്ദസ്മിതത്തിൽ ഞാൻ പുള്ളി അറിയരുതേ രാധയറിയരുതേ ഇത് ഗുരുവായൂരപ്പാരഹസ്യം. പ്ലെയിൻ പോണത് കാണിച്ചു തരാം. ഇതേണ്ട എയർ ഇന്ത്യയാണ് പോകുന്നത്, കണ്ടോ പോകുന്നുണ്ടോ? ഊഞ്ഞാലിൻ്റെ കുഴപ്പമൊന്നുമില്ല കേട്ടാ. ഇപ്പോൾ കുറച്ച് സമയം വിട്ടിരുന്ന് പാടാം. അത് പാടാന്നല്ല, കഥ പറയാം. ഞാൻ കഥ പറയാമെന്നാണല്ലോ പറഞ്ഞത്. എൻ്റെ പാട്ടൊന്നും ശരിയാവില്ല. പിന്നെ കവിതകളൊക്കെ ആണെങ്കിൽ ചെറുതായിട്ടൊക്കെ ഒന്ന് ആലപിക്കാം. എന്താ പാട്ട് ശരിയാവില്ല, പാട്ട് ഞാൻ ഇവിടെ ചേരില്ല. പിന്നെ ഞാൻ ഒരു കഥ പറഞ്ഞുതരാമെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ ആ കാര്യം വിജയിക്കുക എന്നുള്ള ആ ഒരു രീതിയിലേക്ക് നമ്മൾ പോകണം കേട്ടോ. ഏത് കാര്യത്തിൽ നമ്മൾ ഏർപ്പെട്ടാലും, അത് ഇന്ന കാര്യമൊന്നുമില്ല, ഏത് കാര്യമായാലും. ഇപ്പം നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിലാണെങ്കിലും, നമ്മുടെ കുടുംബത്തിലായാലും, നമ്മളെ വീട്ടിലായാലും, ഇപ്പം നമ്മുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പായാലും, നമ്മൾ ഏതൊരു നല്ല കാര്യം ചെയ്താലും അതിന് കുറ്റം കണ്ടുപിടിക്കുന്ന കുറേ ആൾക്കാർ കാണാം. അപ്പോൾ അങ്ങനെ ഒരു കഥയിലേക്ക് ഞാൻ കിടക്കാം. ഒരു നല്ല ആക്റ്റീവായിട്ട് ഒരു ഓഫീസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി, ആരും ആവട്ടെ ഒരാൾ. അപ്പോൾ ആ കക്ഷി പിന്നെ അവിടുത്തെ CAയുടെ പറഞ്ഞത് എന്താണെന്നറിയോ? എല്ലാവരും എൻ്റെ കുറ്റമാണ് കണ്ടുപിടിക്കുന്നത്, ഞാൻ എന്ത് ചെയ്താലും അവർ കുറ്റമേ കാണുന്നുള്ളൂ, അവർ എന്നെ കളിയാക്കി ചിരിക്കുന്നു, ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ അവരൊന്ന് പറയുന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞു. വഴി CEO അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, അതെ അങ്ങനെ നിങ്ങൾ അവരുടെ ഒന്നും കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കേണ്ട, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കൂ എന്ന് പറഞ്ഞു. എന്നിട്ട് അവരെത്ര നോക്കിയിട്ടും അവിടെ കാര്യം നോക്കാൻ അവർക്ക് പറ്റുന്നില്ല. അവരെന്ന് വെച്ചാൽ അവർ ഇവിടെ തിരിഞ്ഞാൽ അവർ കുറ്റമേ കാണുന്നുള്ളൂ, മറ്റുള്ളവർ പറയുന്നത് അവരെ പറ്റിയാണ്, അവർ മറ്റുള്ളവർ ചിരിക്കുന്നത് അവരെ പറ്റിയാണ് എന്നൊക്കെ അവരങ്ങ് വെറുതെ ഇങ്ങനെ ഊഹിച്ചുകൊണ്ട് അവരുടെ ജോലിയിൽ അവർ തൃപ്തിയാകാതെ ഇങ്ങനെ ഇരിക്കുക. ആ കഥ അവിടെ അങ്ങനെ നിൽക്കട്ടെ. അതിനുശേഷം മറ്റൊരു കഥ ഞാൻ പറയാം. ഒരു ഗുരുവും കുറേ ശിഷ്യന്മാരും. അതിൽ ഒരു ശിഷ്യൻ വളരെ സ്മാർട്ടാണ്. ഒരു ഗുരുവിൻ്റെ അടുത്ത് നിന്ന് വളരെ കാര്യമായിട്ട് ഗുരുവിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുകയും ഗുരുവിൻ്റെ സ്നേഹം പിടിച്ചു പറ്റുകയൊക്കെ ചെയ്തപ്പോൾ മറ്റുള്ളവർക്കത് അത്ര തൃപ്തിയായിട്ട് തോന്നിയില്ല എന്നാണ് ഈ ശിഷ്യൻ്റെ വിചാരം. അങ്ങനെ ഈ ശിഷ്യൻ ചെന്ന് ഗുരുവിനോട് പറഞ്ഞു, ഗുരു, ഇവരെല്ലാവരും എൻ്റെ കുറ്റം കണ്ടുപിടിക്കുകയാണല്ലോ, എന്താ അങ്ങനെ? അപ്പോൾ ഗുരു പറഞ്ഞു, നിനക്കങ്ങനെ തോന്നിയോ? അതെ, എങ്കിലും ഒരു കാര്യം ചെയ്യും. ഗുരു പറഞ്ഞു, ഞാനിപ്പോൾ നിൻ്റെ ആ സംശയം മാറ്റിത്തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഗുരു ഒരു ഗ്ലാസ് നിറയെ വെള്ളം, അല്പം ഒന്ന് ലാഞ്ചി കഴിഞ്ഞാൽ ആ വെള്ളം കംപ്ലീറ്റ് തറയിൽ വീഴും. അപ്പോൾ ആ കണക്കിനുള്ള ഒരു പാത്രം നിറയെ വെള്ളം എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞ്, ഒരു 15 മിനിറ്റ് നീ ഈ വെള്ളവുമായിട്ട് നമ്മുടെ ഈ പ്രദേശം ഒട്ടാകെ നടക്കണം, പക്ഷേ അതിന് ഒരു തുള്ളി വെള്ളം പോലും തറയിൽ വീഴാൻ പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഈ ശിഷ്യൻ ആ ഗ്ലാസ്സിലെ വെള്ളവുമായിട്ട് അങ്ങനെ നടന്നു. അവിടെ പ്രദേശത്ത് അവിടെ പല സ്ഥലത്തും ആൾക്കാരിരിപ്പുണ്ട്, പക്ഷികളുണ്ട്, മൃഗങ്ങളുണ്ട്, പക്ഷിലതാദികളൊക്കെ ഉണ്ട്, എല്ലാവരും ഉണ്ട്, വേറെ ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ 15 മിനിറ്റിന് ശേഷം ആ ശിഷ്യൻ ഈ ഗ്ലാസ് വെള്ളവുമായിട്ട് അവിടെ വന്നു. അതൊന്ന് ഒരു തുള്ളി വെള്ളം പോലും തറയിൽ വീണിട്ടില്ല. അപ്പോൾ അത്ഭുതത്തോടെ ഗുരു ചോദിച്ചു, നിൻ്റെ ഗ്ലാസ്സിൽ നിന്ന് ഒരു തുള്ളി വെള്ളം പോലും തറയിൽ വീണില്ലല്ലോ അല്ലേ? ഇല്ല ഗുരു, ഞാനത് ഒരു തുള്ളി പോലും തറയിൽ വീഴാതെ കൊണ്ടുവന്നിട്ടുണ്ട്. എങ്ങനെ നിനക്കിത് സാധിച്ചു എന്ന് ചോദിച്ചാൽ, നീ ഇവിടെയൊക്കെ ഈ 15 മിനിറ്റ് ഇങ്ങനെ നടക്കുന്ന സമയത്ത് നിൻ്റെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരെയും അതുപോലെ കിളികളൊക്കെ ശബ്ദം ഉണ്ടാക്കുകയും മറ്റുള്ള മൃഗങ്ങളൊക്കെ അവിടെ നിൽക്കുകയൊക്കെ നീ കണ്ടില്ലേ? ഇല്ല ഗുരു, ഞാൻ ആരെയും കണ്ടില്ല. ഞാൻ ഈ ഗ്ലാസ്സിലെ വെള്ളവും ഞാനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, മറ്റുള്ളവരാരെയും ഞാൻ കണ്ടില്ല. അപ്പോൾ അതെന്തുകൊണ്ടാണ്? അപ്പോൾ ഒരു തുള്ളി വെള്ളം പോലും ആ ഗ്ലാസ്സിൽ നിന്ന് തറയിൽ വീഴാതെ ഗുരുവിൻ്റെ അടുത്ത് എത്തണമെന്നല്ലേ പറഞ്ഞ്? അതെ. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിൽ ഞാൻ വേഗം നടന്നു കഴിഞ്ഞാലും മറ്റുള്ളവരുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ ഇതിൽ നിന്ന് വെള്ളം തുള്ളിയെങ്കിലും തറയിൽ വീഴും. അപ്പോഴെന്താണ്, നമ്മൾ ഒരു ലക്ഷ്യത്തിലെത്തണമെങ്കിൽ ആ ലക്ഷ്യം മാത്രമായിരിക്കണം, അല്ലാതെ പോകുന്ന വഴികളോ കല്ലുമുള്ളൊക്കെ നിറഞ്ഞ യാത്രകളായിരിക്കാം. വീണെന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് എഴുന്നേറ്റ് നടക്കണം, മനസ്സിലായോ? വീണിടത്ത് കിടക്കുകയല്ല,
വിജയം എപ്പോഴും പരാജയത്തിൽ നിന്ന് ഉയർന്നെഴുന്നേൽക്കലാണ് വിജയം. അല്ലാതെ അവിടെ കിടക്കുക, പരാജയം സംഭവിക്കാത്ത മനുഷ്യരാരുമില്ല. അപ്പോൾ അതാണ് ഇന്നത്തെ കഥ. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മളൊരു ലക്ഷ്യസ്ഥാനത്തെത്തണമെങ്കിൽ മറ്റുള്ളവരുടെ വായടപ്പിക്കാനോ നമ്മുടെ കുറ്റങ്ങൾ കണ്ട് അത് പ്രചരിപ്പിക്കുന്നവരുടെ പിറക്കേന്ന് പോകാനോ ഒന്നും നമ്മൾ തയ്യാറാവരുത്. നമ്മൾ ഇവിടെ എത്താനാണോ ആഗ്രഹിക്കുന്നത് അത് മാത്രമായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ഞാനിപ്പോൾ ഇവിടെ ഈ ഇരുന്ന് ഊഞ്ഞാലാടുന്നു. എൻ്റെ തൊട്ടടുത്തൊക്കെ ആൾക്കാർ ഇരിപ്പുണ്ട്. ഞാൻ പറയുന്നതെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ അവരത് ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷേ അവർ ശ്രദ്ധിക്കുന്നതൊന്നും ഞാൻ കണക്കാക്കാറില്ല. ഞാനിങ്ങനെ സംസാരിക്കുന്നു, ഇവിടെ ഇരുന്ന് ഊഞ്ഞാലാടുന്നു. ഹായ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗുഡ് ആഫ്റ്റർനൂൺ. അങ്ങനെ എസ്കോണിലൊക്കെ പോയി ക്രിസ്മസിന് ഒരുക്കാനുള്ള ട്രീ ഒക്കെ വാങ്ങിച്ച് എല്ലാമൊക്കെ വാങ്ങിച്ചുകൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ അത് നിങ്ങളെ കാണിച്ചു തരാം ഞാൻ. വിശക്കുന്നു, കാണിച്ചിട്ട് കഴിച്ചു. ആഹാരം കഴിച്ചോ? ഒരു ട്രീ കണ്ട. ഇതിന് നമുക്ക് ഇങ്ങനെ നൂത്ത് വയ്ക്കാം. ഇനി ഓരോന്നെടുത്ത് കാണിച്ചു തരാം. വാങ്ങിച്ചേക്കെ സ്റ്റാർ വാങ്ങിച്ചു. എൻ്റെ കൂടെ ബൾബും വയറും ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ വേണ്ടേ ഇതിങ്ങനെ അലങ്കരിക്കാൻ, ട്രീയിൽ അലങ്കരിക്കാൻ. പിന്നെ ബെസ്റ്റ് വിഷസ്, മെരി ക്രിസ്മസ്. ഇനി ഒരു ക്യാപ്പ് വാങ്ങിച്ച്, 2 ക്യാപ്പ് വാങ്ങിച്ചു കേട്ടോ. ഒരു ക്യാപ്പ്. ഇനി പിന്നെ ചെറിയ കളർ ലൈറ്റ്. ഇത് നമുക്ക് ബൾബിൻ്റെ കൂടെയുള്ള ബൾബ് ഹോൾഡർ ലൈറ്റിലിടാനുള്ളത്. എല്ലാം കൂടെ ഇനി ഇത് വേണ്ട ബോളുകൾ അതിൽ തൂക്കിയിടാനുള്ള ബോള് ഇനിയുണ്ട്. ഇത് ചെറിയ ഒരു പാക്കറ്റ് ബോള്. ഇത് ബെല്ല് എല്ലാം കൂടെ ഉള്ളത് ഒന്ന്. പിന്നെ എല്ലാം കൂടെ കയ്യിൽ നിന്ന് തറയിൽ വീണുപോയി. ഇനി ഇതാണ്ട ഇത് ക്യാപ്പും ഫേസും കൂടെ ഉള്ളത്. ഇതാ ക്രിസ്മസ് പപ്പായത്. ഇത് ബോള്. ഇത് 2 ക്യാപ്പ് വാങ്ങിച്ചാൽ 1 ക്യാപ്പ്. ഇത് എല്ലാം കൂടെ ഉള്ളത്. ഇതിലെല്ലാം ഐറ്റം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് എത്രയും കൂടെയാണ് വാങ്ങിച്ചത്. അപ്പോൾ ഇനി എല്ലാവർക്കും നേരത്തെ ഗുഡ് മോർണിംഗ്. ചന്ദ്രനെ കാണിച്ചു തരാം. കണ്ട ചന്ദ്രൻ നിൽക്കുന്നത്. അപ്പം നമ്മളെ ഫ്ലാറ്റുകളെല്ലാം നല്ല ക്ലിയറാണ് കേട്ടോ. കൊണ്ട് മരക്കൊമ്പിൽ നിന്ന് പോലോളം ദൂരത്തിൽ ചന്ദ്രൻ, ഫ്ലാറ്റിൽ നിന്നും പോലോളം ദൂരത്തിൽ. എല്ലാ ഫ്ലാറ്റും നല്ല ക്ലിയർ ആയിട്ടാണ്. അങ്ങനെ ഇവിടെയൊക്കെ നല്ല ക്ലിയറാണ്. മഞ്ഞ് കുറവ്. എല്ലാവർക്കും ശുഭരാത്രി, സുഖനിദ്ര. ബൈ ബൈ. ഓക്കെ, സി യു.
എല്ലാവർക്കും ക്രിസ്മസ് നവോത്സര ആശംസകൾ.